മലയാളികൾ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ഞെട്ടി അധികവും കേട്ട ഒരു വാർത്ത നടിയും അതുപോലെ നടൻ കൊല്ലം സുധിയുടെ ഭാര്യയുമായിട്ടുള്ള രേണു സുധിയുടെ ക്യാൻസർ സ്ഥിരീകരണമാണ്. ഇത്രയും ദിവസമായി ട്രോളിയവരും കുറ്റം പറഞ്ഞവരുമെല്ലാം ഇപ്പോൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത്. ബ്രസ്റ്റിൽ നിന്നും ലിഫ് നോഡുകളിലേക്ക് ഹാർട്ടിൻ്റെ മസിലുകളിലേക്കും ലങ്സിലേക്കും ചെറുതായി സ്പോട്ടായിട്ടുണ്ട് എന്നുകൂടി രേണു പറഞ്ഞതിലൂടെ കാര്യങ്ങൾ മറ്റൊരു സ്റ്റേജിലേക്ക് പോവുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഞാൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. എന്നെപ്പോലെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാനെന്നും മാതൃകയായിരിക്കണം. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കവരോട് ഒന്നേ പറയാനുള്ളൂ, അസുഖം വന്ന് തളരരുത് എന്ന്. വേദനകളും വിഷമങ്ങളും വന്നേക്കും, അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെയും അറിയരുതെന്നാണ് കരുതിയത്. 15-ാമത്തെ വയസ്സിലാണ് ഞാൻ ഇങ്ങനെ ഒരു മുഴ ശ്രദ്ധിച്ചത്. പക്ഷെ അന്നൊന്നും കുഴപ്പമില്ലായിരുന്നു. ഒന്നും ശ്രദ്ധിക്കാത്ത പ്രായമായിരുന്നു അത്. രോഗവിവരം സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ കാരണം കീമോ ചെയ്യുമ്പോൾ എൻ്റെ മുടി പോയേക്കും. അപ്പോൾ നിങ്ങളോട് പറയേണ്ട അവസ്ഥ വരും. എല്ലാവരും ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത്. അല്ലാതെ തന്നെ നെഗറ്റീവ് ചിന്തിക്കരുത്. എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ വിഷമമാണെന്ന് എനിക്കറിയാം. മുന്നോട്ട് പോയല്ലേ പറ്റൂ. അസുഖവിവരം പുറത്തായപ്പോൾ തന്നെ സമ്മതിക്കരുത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വേണം അറിയാൻ എന്നതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അല്ലാതെ എൻ്റെ നെഗറ്റീവ് പറയുന്ന വ്ളോഗർ പറഞ്ഞത് എൻ്റെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്. വ്ളോഗർ പറഞ്ഞതുപോലെ തന്നെ ദുബായിൽ നിന്നൊന്നും കണ്ടുപിടിച്ച കാര്യമല്ല. ദുബായിൽ വെച്ച് ഞാനൊരു ആശുപത്രിയിൽ പോയിട്ടില്ല. അതൊക്കെ വെറുതെ കള്ളത്തരം പറഞ്ഞതാണ്. ജയിക്കാൻ വേണ്ടി എന്നും പറയുന്നവരാണ്. അവർ പറയട്ടെ എന്നും രേണു സുധി പറയുന്നു. രേണുവിനെ ആശ്വസിപ്പിച്ചും ആത്മവിശ്വാസം പകർന്നും നിരവധി പേർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. രേണു എന്നും മോളുടെ കൂടെ നിന്നിരുന്ന ഒരാളാണ് ഞാൻ. അന്യരുടെ മുന്നിൽ കൈനീട്ടാതെ അറിയാവുന്ന രേണു നീ കഴിയുന്നൊരു ജോലി ചെയ്തു. നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ, ധൈര്യമായിട്ടിരിക്കുക. ട്രീറ്റ്മെൻറ്റ് തുടങ്ങൂ. എല്ലാം സുഖമായി മെഡിക്കയായി തിരിച്ചു വരും. 5 നേരം പ്രാർത്ഥനയിൽ ഓർക്കും. സർവശക്തനായ നാഥൻ കേൾക്കും. ഉറപ്പാണ്. രേണു സങ്കടം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്കും കരച്ചിൽ വന്നു. കരഞ്ഞു. ഈശോ ആണ് ഈ പഴുതുകൾ കരങ്ങൾ കൊണ്ട് ഈ സൗഖ്യമാകട്ടെ. നീ സന്തോഷത്തോടെ തിരിച്ചു വരട്ടെ. ഈശോയോടൊന്നും പ്രാർത്ഥിക്കും. ഇന്ന് പള്ളിയിൽ പോയപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഈശോ സൗഖ്യമാകും എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് ഇതിൻ്റെ താഴെ ഉള്ളത്. രേണു സുധിക്ക് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കുന്നതും രേണുവിനെക്കുറിച്ച് തന്നെയാണ്. അതറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം സങ്കടമായി എന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു. ആരും പ്രതീക്ഷിച്ചതല്ല രേണുവിനെക്കുറിച്ച് അങ്ങനൊരു കാര്യം. അത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ വശവും. രേണുവിനിങ്ങനെ വന്നല്ലോ എന്നത് തന്നെയാണ് എല്ലാവരുടെയും ഒരു സങ്കടം. ഋതപ്പൻ വളരെ ചെറിയ പ്രായമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് ചെലവുകളുള്ളത് കൊണ്ട് തന്നെ രേണുവിനോടൊപ്പം തന്നെ നിൽക്കാനാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. തനിക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടേ മതിയാകൂ. അതിലൂടെ തന്നെ മാത്രമേ തനിക്ക് ഇത്രയും അധികം പൈസ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചതെന്നും രേണു സുധി പറയുന്നുണ്ട്. എൻ്റെ മുടിയൊക്കെ പോയി തുടങ്ങുമ്പോൾ നിങ്ങളെല്ലാം ചോദിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളോടിപ്പോൾ പറയുന്നതെന്നും രേണു കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.